ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു, ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ സുനിത വില്യംസ് ബഹിരാകാശത്ത് 9 മാസക്കാലം ഇരിക്കേണ്ടി വന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ എത്രയേറെ ആരോപണങ്ങൾക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായി. ഏതെങ്കിലും പേടി നമുക്കുണ്ടോ? ആത്മാഭിമാനത്തോടെ പറയട്ടെ, 2025 നവംബർ 1 കേരളത്തിലെ മലയാളികളുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം ലോകത്തിന്റെ തലയ്ക്കുമീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര ശക്തിയോടെ പ്രകാശിച്ചാലും അതിദരിദ്രയായ ഒരു കുടുംബത്തെയും കണ്ടെത്താത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൊച്ചു കേരളം മാറുകയാണ് സമഗ്രമായ പരിശ്രമത്തിലൂടെ. ആ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് രാജഭവനിലെ ചായ സൽക്കാരവും കഴിഞ്ഞ് നേരെ പോകുന്നത് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിലാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന പ്രവർത്തന രംഗത്തും പൊതുമണ്ഡലത്തിലും ജനാധിപത്യ വേദികളിലും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭയിലെ കന്നിക്കാരാണ് ഞങ്ങൾ. എന്തായിരിക്കും ആ ഗവൺമെന്റിന്റെ ക്യാബിനറ്റിൽ ആലോചിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ആധി ഉണ്ടായിരുന്നു. കേരളത്തിൽ 21 അംഗങ്ങളടങ്ങുന്ന ക്യാബിനറ്റിന്റെ മുമ്പിൽ രണ്ടാം ഗവൺമെന്റിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ഒരേ ഒരു അജണ്ട മാത്രം. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നു: ഈ കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും വയനാട്ടിലെ അവസാനത്തെ ദുരന്തബാധിതനെയും ഈ കേരളം പുനരധിവസിപ്പിക്കും. അത് കേരളം ഈ നാടിന് കൊടുക്കുന്ന ഉറപ്പാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പിൻബലമാണ്. ദുരന്തം കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി വരാൻ പോകുന്ന ചെലവുകളെ കുറിച്ച് പ്രതിപാദിച്ചു കേന്ദ്ര ഗവൺമെന്റിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത മെമ്മോറാണ്ടത്തെ കറുത്ത പുകയിൽ നിർത്തിക്കൊണ്ട് മരണപ്പെട്ടതിന്റെ ശവസംസ്കാരത്തിന് 75,000 രൂപ എഴുതിയെടുത്തവരാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ പോലും 9 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ. കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങാണിതെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 മുതൽ ആരംഭിച്ച വികസനത്തിന്റെ ഒരു പ്രക്രിയ കേരളത്തിൽ 9 വർഷക്കാലം പിന്നിടുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ മുമ്പിൽ കാണുന്നത്. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് 2 തവണകളിലായി അതിവേഗം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. കേരളം അതിവേഗം വികസിക്കുന്ന അഭിമാനകരമായ ഒരു അനുഭവം. പാലാനാരായണൻ നായർ എഴുതിയതുപോലെ കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ എന്ന വരികൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കും പോലെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കടന്നു ഇന്ത്യയുടെ മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭൂമികയായി മലയാളം സംസാരിക്കുന്ന 3.5 കോടി മനുഷ്യരുടെ ഈ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് സമസ്ത മേഖലകളിലും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ 2 ഗവൺമെന്റുകൾ 9 വർഷം പിന്നിട്ട് അതിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും MLA-മാർക്കറിയാം, നിങ്ങൾ വികസനം കാണാൻ മഞ്ചേശ്വരത്തേക്ക് നോക്കൂ, നിങ്ങൾ വികസനം കാണാൻ തിരുവനന്തപുരത്തേക്ക് നോക്കൂ എന്ന് പറയേണ്ട ഗതികേടില്ലാത്ത വിധം ഓരോ നാടിന്റെയും ചുറ്റുവട്ടത്ത് കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ തോരോട്ടം നടത്തി മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിന് സാധ്യമായിട്ടുണ്ട്. അതിന് ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്നത് മുതൽ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന് 32 ലക്ഷത്തിൽ നിന്ന് 64 ലക്ഷമാക്കി 60 വയസ്സ് കഴിഞ്ഞവന്റെ വീടുകളിൽ 1,600 രൂപ എന്ന സാമൂഹിക പെൻഷൻ എത്തിക്കുന്നതിൽ തുടങ്ങി കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിയ സമാനതകളില്ലാത്ത മാറ്റങ്ങളിലൂടെ വളർന്ന് വസൂരി പരകലുണ്ടായിരുന്ന കേരളം ലോകത്തിന്റെ മുമ്പിൽ ആരോഗ്യ മേഖലയിൽ നടത്തിയ വലിയ മാറ്റങ്ങളുടെ വഴി തുറന്നിട്ട് ഈ ചെറിയ കാലം കൊണ്ട് 3,75,000-ലധികം പേരുടെ കുടുംബങ്ങൾക്ക് ഭൂമി ഉറപ്പാക്കി 4 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കയറി കിടക്കാൻ ലൈഫ് എന്ന പദ്ധതിയിലൂടെ നേതൃത്വം ഇങ്ങനെ വളർന്നു വരുന്നതിന്റെ സമാനതകളില്ലാത്ത മുന്നോട്ട് പോക്കിലേക്ക് കടക്കുകയാണ്. 2021 മെയ് 20-നാണ് ഞാനും ശ്രീ ബാലഗോപാലും അടക്കമുള്ള പുതുമുഖങ്ങൾ അടങ്ങുന്ന ഈ 2ാം ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് രാജഭവനിലെ ചായ സൽക്കാരവും കഴിഞ്ഞ് നേരെ പോകുന്നത് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിലാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന പ്രവർത്തന രംഗത്തും പൊതുമണ്ഡലത്തിലും ജനാധിപത്യ വേദികളിലും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും
മന്ത്രിസഭയിലെ കന്നിക്കാരാണ് ഞങ്ങൾ. എന്തായിരിക്കും ആ ഗവൺമെന്റിന്റെ ക്യാബിനറ്റിൽ ആലോചിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ആധി ഉണ്ടായിരുന്നു. കേരളത്തിൽ 21 അംഗങ്ങളടങ്ങുന്ന ക്യാബിനറ്റിന്റെ മുമ്പിൽ രണ്ടാം ഗവൺമെന്റിനു വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ഒരേ ഒരു അജണ്ട മാത്രം. ആ അജണ്ട കേരളത്തിലെ അതിദാരിദ്ര്യരെ കണ്ടെത്തിയവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റണം എന്നാണ്. അത് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു മാമാങ്കമല്ല. 5 വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ നമുക്കത് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. എത്ര പേരുണ്ട് അങ്ങനെ എന്ന് പരിശോധിച്ചു. 64,006 കുടുംബങ്ങൾ. 64,006 കുടുംബങ്ങൾക്ക് താൽക്കാലികമായി പണം കൊടുക്കലോ, റേഷൻ കാർഡ് മാറ്റിക്കൊടുക്കലോ, വിദ്യാഭ്യാസം കൊടുക്കലോ അല്ല. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും ഉൾപ്പെടെ കൊടുത്ത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ മാറുന്നതിന് മുമ്പ് അതിദരിദ്രരായ കുടുംബങ്ങളെ സ്ഥായിയായ പുനരധിവാസത്തിലേക്ക് പോകണം എന്ന് ഈ ഗവൺമെന്റ് നിശ്ചയിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റിന്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ പറയട്ടെ, 2025 നവംബർ 1 കേരളത്തിലെ മലയാളികളുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം ലോകത്തിന്റെ തലയ്ക്കുമീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര ശക്തിയോടെ പ്രകാശിച്ചാലും അതിദരിദ്രയായ ഒരു കുടുംബത്തെയും കണ്ടെത്താത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൊച്ചു കേരളം മാറുകയാണ് സമഗ്രമായ പരിശ്രമത്തിലൂടെ. ഞാൻ ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രാജ്യത്ത് കേരളം എന്നൊരു നാടുണ്ട് എന്ന് പലപ്പോഴും ഓർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ആ പ്രയാസവും പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ പക്ഷേ തനത് വരുമാനത്തിലുണ്ടായ വലിയ വളർച്ച നമ്മൾ കാണുന്നുണ്ട്. 2011-12 കേരളത്തിന്റെ തനത് വരുമാനം നികുതിയും നികുതിയേതരവും കൂട്ടിയാൽ കേവലം 28,310 കോടിയാണെങ്കിൽ 2024-25 വർഷം പൂർത്തീകരിച്ചപ്പോ കേരളം അതിന്റെ തനത് വരുമാനമായി 99,583 കോടി രൂപയിലേക്ക് ഈ കേരളം വളർന്നു എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്നാൽ റവന്യൂ വരുമാനത്തിൽ കേരളത്തെ അതിഭീകരമായി ആക്രമിക്കുകയാണ്. 2020-21 കേരളത്തിന് നൽകിയിരുന്ന കേന്ദ്ര വിഹിതം 44% 3 വർഷക്കാലം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോ അത് 25% വെട്ടിക്കുറച്ചിട്ടും കേരളത്തിലെ ചെലവുകൾക്ക് ഒരു കുറവും വരുത്താതെ ഒരുപക്ഷെ ഇതപര്യന്തമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ചെലവ് 1,75,000 കോടി രൂപയാക്കി വളർത്തിയെടുത്ത ഒരു ഗവൺമെന്റാണ് അതിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന അഭിമാനബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കേരളം എല്ലാ മേഖലകളിലും വളരുകയാണ്. എല്ലാവർക്കും എല്ലാതും, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും കൃഷി, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും കുടിവെള്ളം. കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു കേരള മോഡലിന് കൂടി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ ഭൂരേഖാ രംഗത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു 2ാം ഭൂപരിഷ്കരണം എന്ന നിലയിൽ കേരളത്തിന്റെ എല്ലാ ഭൂമിയുടെയും ബെൻഡുകളെ കോർഡിനേറ്റ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ വാലി കേരളത്തിൽ വരാവുന്ന വിധത്തിൽ കേരളം മാറിയില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീടുകളിലുള്ള 9 വയസ്സായ 5ാം ക്ലാസ്സിൽ ചേരാൻ തയ്യാറെടുക്കുന്ന കുട്ടിയോട് എന്താണ് പവർ കട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല എന്നതാണ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 വയസ്സിനിടയിൽ ആ കുഞ്ഞൊന്ന് വെളിച്ചം പോയ അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിനോട് എന്തേ ഈ അവഗണന എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പലപ്പോഴും ബന്ധപ്പെട്ടവർക്കാകുന്നില്ല. കേരളം ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ? 1,77,000 കോടി രൂപ എന്ന കേരളത്തിന്റെ അവകാശം നിലച്ചു. കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലായ്മ ചെയ്തു. എന്തേ കേരളം ലോകത്തിനോട് ചെയ്ത, ഇന്ത്യയോട് ചെയ്ത കുറ്റം? കേരളം അതിന്റെ എല്ലാ വിധത്തിലുമുള്ള വികസന പ്രവർത്തനത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോകുമ്പോ ഒരു വിധത്തിലും അതിന് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര ഗവൺമെന്റ് പോകുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വയനാട്ടിലെ ചൂരൽമലയിൽ 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 പേരുടെ മരണത്തിൽ കലാശിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ദുരന്തമുണ്ടായി. ഒരുപക്ഷെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന്റെ ഭാഗമായി കേരളം അവതരിപ്പിക്കപ്പെട്ട ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള 2005
ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ 13 നടപ്പിലാക്കാൻ പോലും തയ്യാറാകാതെ കേരളത്തിനോട് കാണിച്ച അവഗണനയുടെ അവസാനത്താണിയായിരുന്നു കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ പ്രതീക്ഷയോടെ കേരളം കാത്തിരുന്നു. പണം ലഭ്യമായില്ലെന്ന് മാത്രമല്ല, ഈ സാമ്പത്തിക വർഷം ലോകത്തു തന്നെ നടന്ന ഏറ്റവും വലിയ ദുരന്തത്തിൽ 298 പേർ മരണപ്പെട്ട് ഒരു കുടുംബത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ പോലും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നഷ്ടമായി. വയനാട്ടിലെ ചൂരൽമലയിലെ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മനുഷ്യർ ദുരന്തത്തിൽ ആഴ്ന്നിറങ്ങുമ്പോ ആ ബഡ്ജറ്റിനകത്ത് ചൂരൽമല എന്നൊരു വാക്കോ, ചൂരൽമലയിലെ മരണപ്പെട്ടുപോയവരെയും രക്ഷകർത്താക്കളില്ലാതെ ജീവിക്കുന്നവരെയും അംഗവൈകല്യം ഏറ്റുവാങ്ങിയവരെയും തുടർ ചികിത്സ വേണ്ടവരെയും പുനരധിവസിപ്പിക്കപ്പെടേണ്ടവരുടെയും മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും അവതരിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ലാത്തൊരു ഘട്ടത്തിലാണ് കാശ്മീർ മുതൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിന്റെ തെക്കുഭാഗത്ത് കിടക്കുന്ന മലയാളം സംസാരിക്കുന്ന 3.5 കോടി മലയാളികളുടെ ഈ നാട്, കേരളം എന്ന നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം ആശങ്കയോടെ ആബാലവൃന്ദം വരുന്ന കേരളത്തിന്റെ ജനതയ്ക്ക് ചോദിക്കേണ്ടി വരുന്നത് ഈ അവഗണനയുടെ നീറിപ്പുകയുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്. എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ കാലിക്കടവിലെ 4ാം വാർഷികാഘോഷത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നു. ഈ കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും വയനാട്ടിലെ അവസാനത്തെ ദുരന്തബാധിതനെയും ഈ കേരളം പുനരധിവസിപ്പിക്കും. അത് കേരളം ഈ നാടിന് കൊടുക്കുന്ന ഉറപ്പാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പിൻബലമാണ്. ലോകത്തെവിടെയുമില്ലാത്ത മതനിരപേക്ഷതയുടെ സുഗന്ധം പരത്തുന്ന നാടായി ഈ കേരളം മാറിയില്ലേ? ഈ ഒരു മാസക്കാലം 3 മഹത്തായ ആഘോഷങ്ങൾ നമ്മുടെ നാട് കണ്ടു. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നാം ആഘോഷിച്ച ചെറിയ പെരുന്നാൾ, നോമ്പ് തുറകൾ മുതൽ ഈദ്ഗാഹകൾ വരെ മലയാളത്തിന്റെ മതനിരപേക്ഷ മനസ്സാക്ഷിയുടെ പൂർണ്ണമായ സാന്നിധ്യം. വെടിക്കെട്ട് നടത്തിയും വിഷു കൈനീട്ടം കൊടുത്തും മഞ്ഞ കൊമ്മയുടെ വിഷു ആഘോഷിച്ചു ജാതിക്കതീതമായ മലയാളികളുടെ കൂട്ടായ്മ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈസ്റ്റർ ഇന്നലെ കേരളം മുഴുവൻ ഒരിടത്തും ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശുയാത്രകളിൽ പോലും വഴിയിൽ തടസ്സമോ ശബ്ദങ്ങളോ ഇല്ലാതെ മതനിരപേക്ഷ കേരളം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. ആ മതനിരപേക്ഷത ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയാത്ത മതനിരപേക്ഷത, ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത ജനകീയ സുരക്ഷിതത്വം, അത് വാഗ്ദാനം ചെയ്ത ഇന്ത്യയിലെ ഗവൺമെന്റിന്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരു പേരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളം എന്ന പേര് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുന്നു. എത്രയേറെ ദുരന്തങ്ങൾ, എത്രയേറെ ആരോപണങ്ങളും ദുരന്തങ്ങളും ഇടതടവില്ലാത്ത വിധം കേരളത്തിന്റെ തലയ്ക്കുമീതെ പെയ്തിറങ്ങുകയാണ്. എന്തെല്ലാം ആരോപണങ്ങൾക്ക് ഈ ഗവൺമെന്റിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ആ ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്നിപ്പോ നിലവിലുണ്ടോ? ആരോപണങ്ങളുടെ പെരുമഴ വസ്തുനിഷ്ഠമായ വിശകലനത്തിന് വിധേയമാക്കിയാൽ ഒന്നുമില്ലാത്ത വിധമാണെങ്കിലും ആരോപണങ്ങളുടെ തുടർക്കാഴ്ച ഈ കേരളത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ആഗസ്റ്റ് 11-ാം തീയതി ദുരന്തബാധിതരെ കാണാൻ നേരിട്ടെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ആഗസ്റ്റ് 17-ന് കേന്ദ്ര ഗവൺമെന്റിന് കേരളം കൊടുത്ത ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന് സമ്മാനിച്ച ഒരു മെമ്മോറാണ്ടം പോലും ഈ കേരളത്തിനകത്ത് വിമർശനത്തിന് വിധേയമായി. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ദുരന്തം കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി വരാൻ പോകുന്ന ചെലവുകളെ കുറിച്ച് പ്രതിപാദിച്ചു കേന്ദ്ര ഗവൺമെന്റിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത മെമ്മോറാണ്ടത്തെ കറുത്ത പുകയിൽ നിർത്തിക്കൊണ്ട് മരണപ്പെട്ടതിന്റെ ശവസംസ്കാരത്തിന് 75,000 രൂപ എഴുതിയെടുത്തവരാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ പോലും 9 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു, ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ സുനിത വില്യംസ് ബഹിരാകാശത്ത് 9 മാസക്കാലം ഇരിക്കേണ്ടി വന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ എത്രയേറെ ആരോപണങ്ങൾക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായി. ഏതെങ്കിലും പേടി നമുക്കുണ്ടോ? ഗവൺമെന്റ് വികസനത്തെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്, വിവാദങ്ങളെ കുറിച്ചല്ല.
വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞു സമയം ചെലവഴിക്കാനല്ല. കുറഞ്ഞ കാലം കൊണ്ട് 3.5 കോടി മലയാളിയെ സമസ്ത മേഖലകളിലെയും വികസനത്തിന്റെ പന്താവിലേക്ക് നടത്തിക്കൊണ്ടുപോകണം. അതിൽ വികസനത്തിന്റെ നേർക്കാഴ്ച ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ ചുണ്ടുകളിൽ അതിന്റെ സ്വാദ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാലമുണ്ടാകണം. അതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഈ ഗവൺമെന്റ് നിർവഹിക്കുകയാണ്. വാർഷികാഘോഷങ്ങൾ എന്ന പേരതിനുണ്ടെങ്കിലും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഏതെങ്കിലും മാമാങ്കങ്ങളുടെ കെട്ടുകാഴ്ചയല്ല ഗവൺമെന്റിന്റെ 4ാം വാർഷികം അഥവാ ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയുടെ 9ാം വാർഷികം. ഞാൻ വളരെ വിനയത്തോടെ എന്നാൽ ആത്മവിശ്വാസത്തോടെ ചോദിക്കട്ടെ, ഓരോ വർഷവും പ്രകടന പത്രികയിലൂടെ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എത്ര പാലിച്ചു എന്ന് നോക്കി ഓരോ വകുപ്പിന്റെയും നടപടിക്രമങ്ങളെ മുഖം നോക്കാതെ സ്വയം വിമർശനത്തിന് വിധേയമായി ഞങ്ങളെ ആത്മപരിശോധനയ്ക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയമാക്കി ഓരോ വർഷത്തിന്റെയും അവസാനത്തിൽ കോവിഡ് കാലത്തു പോലും ആ ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആത്മവിമർശനത്തിന്റെ ചൂളയിലൂടെ കിടത്തി പൊതുജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു ചർച്ച ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ 140 കോടി ഇന്ത്യക്കാർ പറയും അങ്ങനെയുള്ള ഗവൺമെന്റിന് ആ ഗവൺമെന്റ് ഭരിക്കുന്ന നാടിനൊരു പേരേയുള്ളൂ, അത് കേരളം എന്നാണ് എന്ന അഭിമാനബോധം. പ്രിയപ്പെട്ടവരെ, അവസാനിക്കുന്നു. ഈ ഗവൺമെന്റ് ചരിത്രത്തിന്റെ അത്ഭുതകരമായ മാറ്റത്തിന് വഴിയൊരുക്കി 3.5 കോടി വരുന്ന മലയാളിയെ ചേർത്തും പുറത്തും കരുതലോടെ കൈപിടിച്ച് ഒരു പുതിയ കാലത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു വർഷക്കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമല്ല. കേരളം വരും കാലങ്ങളിലെല്ലാം ആസ്വദിക്കാൻ പോകുന്ന വികസനത്തിന്റെ ഒരു വസന്തകാലത്തിന്റെ നേർക്കാഴ്ചയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ 4ാം വാർഷികാഘോഷത്തിൽ കേരള ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ദീപം തെളിയിച്ച് 4ാം വാർഷികാഘോഷ ചടങ്ങുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഒപ്പം ക്ഷണിക്കുന്നു.